നീതിമാൻ വിശ്വാസത്താൽ ജീവിക്കും. നിങ്ങളുടെ ആശ്രയം വരുമാനത്തിലാണോ? നിങ്ങളുടെ ആശ്രയം നിങ്ങളുടെ റബ്ബറിലാണോ? നിങ്ങളുടെ ആശ്രയം വിദേശത്തിരിക്കുന്ന വരുമാനമുണ്ടാക്കുന്ന ഭർത്താവിലോ ഭാര്യയിലുമാണോ? നിങ്ങളുടെ ആശ്രയം വേറെ മാതാപിതാക്കളുടെ സഹോദരങ്ങളാണോ? അതെല്ലാം തകർന്നു പോകും കേട്ടോ. ആശ്രയിപ്പാൻ ഒറ്റ സ്ഥലം, ദൈവത്തിൻ്റെ പാദപീഠം. വിശുദ്ധ ബൈബിളിലെ മധ്യവാക്യം 118 സങ്കീർത്തനം 8 വാക്യം. ആ വാക്യം ഇങ്ങനെ പറയുന്നു, സ്തോത്രം ചെയ്യുന്നു, മനുഷ്യരിൽ ആശ്രയിക്കുന്നതിനേക്കാൾ. വായിച്ചു കേൾക്കാം ബൈബിളിലെ മധ്യവാക്യം 118 സങ്കീർത്തനം 8 വാക്യം. മനുഷ്യരിൽ ആശ്രയിക്കുന്നതിനേക്കാൾ യഹോവയിൽ ആശ്രയിക്കുന്നത് നല്ലത്, പ്രഭുക്കന്മാരിൽ ആശ്രയിക്കുന്നതിനേക്കാൾ യഹോവയിൽ ആശ്രയിക്കുന്നത് നല്ലത്. കണ്ടോ, മനുഷ്യരിലും പ്രഭുക്കന്മാരിലും ആശ്രയിച്ച തളർന്ന എത്രയോ കുടുംബങ്ങളെ എനിക്കറിയാം. മനുഷ്യരെ നോക്കി ജീവിച്ച എത്രയോ ആളുകൾ ഇവിടെ പട്ടുപോയിട്ടുണ്ട്. പ്രഭുക്കന്മാരെ സഹായിക്കാമെന്ന് ഏറ്റുപറഞ്ഞ ആളുകളെ നോക്കി ജീവിച്ച എത്ര പേർ അസ്തമിച്ചു പോയിട്ടുണ്ട്. പക്ഷേ ദൈവത്തിന്റെ മുഖത്ത് നോക്കി ഇറങ്ങിയവരാരും സങ്കീർത്തനം 34:5 അവങ്കിലേക്ക് നോക്കിയവർ പ്രകാശിതരായി. അവരുടെ മുഖം ലജ്ജിച്ചു പോയില്ല. ദൈവവേദന കേൾക്ക്, ദൈവവേദന നീ ലജ്ജിക്കത്തില്ല കേട്ടോ, വിശ്വസിക്ക്. നീ ലജ്ജിക്കത്തില്ല. ഈ ദൈവം വിശ്വാസത്താൽ നിന്നെ വളർത്തും. പറ, എന്നെ വളർത്താനൊരു ദൈവമുണ്ട്, എന്നെ മാനിക്കാനൊരു ദൈവമുണ്ട്.